പ്രതിസന്ധികളെ അതിജീവിച്ച നേട്ടത്തിലേക്ക്. ഇടുക്കി രാജകുമാരി സ്വദേശി ആലപ്പുരയ്ക്കൽ തങ്കച്ചന് ഏലം കൃഷിക്ക് ദേശീയ അംഗീകാരം. മലയോരത്തിന്റെ മാറിമറിയുന്ന കാലാവസ്ഥയും വിപണിയിലെ അനിശ്ചിതത്വങ്ങളും കീടരോഗങ്ങളുമെല്ലാം മറികടന്ന് കൃഷിയിൽ പുതുമയും അധ്വാനവും ചേർത്ത് മുന്നേറിയ ഒരാളുടെ വിജയകഥയാണ് ഇടുക്കി രാജകുമാരി സ്വദേശി ആലപ്പുരയ്ക്കൽ തങ്കച്ചൻ്റേത്. ചെറിയ ഏലം കർഷകനായി ആരംഭിച്ച യാത്ര ഇന്ന് സ്മാൾ കാർഡമം പ്രൊഡക്ടിവിറ്റി എന്ന ദേശീയ അംഗീകാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശാസ്ത്രീയ കൃഷിരീതികളും വൈവിധ്യമാർന്ന കൃഷിയും കുടുംബത്തിന്റെ പിന്തുണയും ചേർന്ന പരിശ്രമം മലയോര കർഷകർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന കാർഷിക സമൃദ്ധിയായി മാറുകയാണ്. ഇടുക്കി ജില്ലയിലെ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മുരിക്കുംതൊട്ടി സ്വദേശിയായ ആലപ്പുരയ്ക്കൽ തങ്കച്ചന്റെ കാർഷിക യാത്ര ഇന്ന് മലയോര മേഖലയിലെ കർഷകർക്ക് പ്രചോദനമായ ഹരിത വിപ്ലവമായി മാറിയിരിക്കുകയാണ്. പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ കൃഷിമേഖലയിൽ ആത്മവിശ്വാസവും പുതുമയും ചേർത്ത് മുന്നേറാൻ സാധിച്ചതാണ് സ്പൈസസ് ബോർഡിന്റെ ദേശീയ അംഗീകാരമായ സ്മാൾ കാർഡമം പ്രൊഡക്ടിവിറ്റി അവാർഡിന് അർഹനാക്കിയത്. പരമ്പരാഗത ഏലം ഇനങ്ങൾ കൃഷി ചെയ്തുകൊണ്ടാണ് തങ്കച്ചൻ തന്റെ കാർഷിക യാത്ര ആരംഭിച്ചത്. ഏലം കൃഷി മലയോര മേഖലയിലെ പ്രധാന വരുമാന മാർഗമായിരുന്നുവെങ്കിലും കാലക്രമേണ നിരവധി വെല്ലുവിളികൾ കർഷകരെ ബാധിച്ചു. വിപണിയിലെ അനിശ്ചിതത്വം, കീടരോഗങ്ങളുടെ വ്യാപനം, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവ കർഷകരെ വലിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യത്തിലും തങ്കച്ചൻ തന്റെ കൃഷി ഉപേക്ഷിക്കാതെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. കൃഷിയിൽ പുതുമകൾ ഉൾപ്പെടുത്തുകയും ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചത്. എല്ലാ വെറൈറ്റികളും തന്നെ നമ്മുടെ അടുത്തുണ്ട്. മെയിനായിട്ട് നമ്മൾ പരീക്ഷിക്കാനായിട്ട് ഇപ്പം നല്ല പുതിയ വെറൈറ്റികൾ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ആദ്യം കൊണ്ടുവന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൽ മെച്ചെന്ന് തോന്നുന്നു നമ്മൾ വിപുലീകരിക്കും. മെയിനായിട്ടുള്ളത് ഞെർലാനിയാണ്. പിന്നെ കുമ്മളി എന്നറിയപ്പെടുന്ന കണിപ്പറമ്പന്, പിന്നെ എൻ ബോൾട്ട്, പിന്നെ ഏലം താണിയുണ്ട്, തിരുതാളിയുണ്ട്, പിന്നെ ഈ ചരത്തേന്ന് ചെലവടിക്കുന്ന മിറാക്കിള്, ഇതെല്ലാം ഉണ്ട്. ഏതാ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കും. ഏത് കേട്ടാലും നമ്മൾ പരീക്ഷണാർത്ഥം 8-10 തൈ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നല്ലതെന്ന് തോന്നുന്നു. ഏലം കൃഷിയിൽ സ്പൈസസ് ബോർഡിന്റെ വിവിധ പദ്ധതികൾ തങ്കച്ചന് വലിയ പിന്തുണയായി. പുനർനടിയിൽ, പുതിയ നടിയിൽ തുടങ്ങിയ പദ്ധതികളിലൂടെ മെച്ചപ്പെട്ട ഏലം ഇനങ്ങൾ തോട്ടത്തിൽ ഉൾപ്പെടുത്തി. പഴയ തോട്ടങ്ങൾ നവീകരിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി തങ്കച്ചൻ ശാസ്ത്രീയമായ കൃഷിരീതികൾ സ്വീകരിച്ചു. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം സ്ഥാപിച്ച് വെള്ളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന രീതിയും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങളും നടപ്പിലാക്കി. ഇതിലൂടെ ഏലത്തിന്റെ ഗുണമേന്മയും വിപണിയിലെ വിലയും മെച്ചപ്പെടുത്താൻ സാധിച്ചു. തങ്കച്ചന്റെ കൃഷിയിടത്തിൽ ഞെർലാനി, തിരുതാളി, 9 ബ്ലോട്ട്, മിറാക്കിൾ, ഏലം റാണി, കണിപറമ്പൻ തുടങ്ങിയ നിരവധി ഇനങ്ങൾ കൃഷി ചെയ്യുന്നു. വിവിധ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും ഉൽപാദനവും മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ തോട്ടം പരിപാലിക്കുന്നതിലൂടെ ഏലം കൃഷിയിൽ സ്ഥിരതയുള്ള നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ഏലം കൃഷിയോടൊപ്പം കൃഷിയിൽ വൈവിധ്യം കൊണ്ടുവരുന്നതിലും തങ്കച്ചൻ ശ്രദ്ധ ചെലുത്തുന്നു. കോഴി വളർത്തൽ, പാലുൽപാദനം, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ എന്നിവയും അദ്ദേഹം കൃഷിയിടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചു. കൂടാതെ പ്രാവുകൾ, ലവ് ബേർഡ്സ്, ഫാൻസിക്കോഴി, നാടൻ കോഴി, കൾഗം, കിനിക്കോഴി തുടങ്ങിയവയും വളർത്തുന്നു. ഇതിനു പുറമെ പച്ചക്കറി കൃഷി, ഫലവൃക്ഷ കൃഷി, പൂച്ചെടികൾ എന്നിവയും കൃഷിയിടത്തിന്റെ ഭാഗമായി പരിപാലിക്കുന്നു. ഇത്തരത്തിലുള്ള സംയുക്ത കൃഷിരീതിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുകയും കൃഷിയിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. സന്തോഷമാണ് മെയിനായിട്ട്. അതിൽ കൂടുതൽ എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ലവ് ബേർഡ്സ് ആണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ പെറ്റ് ഷോപ്പുകാർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ക്രോക്കഡൈൽ പ്രാവിനെ ആണെങ്കിലും പെറ്റ് ഷോപ്പുകാർ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അറിഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇവർ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. കല്യാണത്തിനൊക്കെ സേവ് ഡേറ്റ് ഒക്കെ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ. മുഴുവൻ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് ശക്തമായ പിന്തുണയുമായി ഒപ്പം നിൽക്കുന്നത് സഹധർമ്മിണിയായ ഷാലിയാണ്. കൃഷിയിടത്തിലെ പല പ്രവർത്തനങ്ങളിലും കുടുംബത്തിന്റെ സജീവ പങ്കാളിത്തമുണ്ടെന്നും ഈ കൂട്ടായ പരിശ്രമമാണ് തന്റെ വിജയത്തിന് പിന്നിലെ ശക്തിയെന്നും തങ്കച്ചൻ പറയുന്നു. കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നുള്ളത് പറഞ്ഞാൽ. ഞാൻ രാവിലെ ബിസിനസ്സൊക്കെയായിട്ട് അങ്ങ് പോയാലും എൻ്റെ ഭാര്യ ഷാലി ഇതെല്ലാം നോക്കി. ഹിന്ദിക്കാരുണ്ട്, 10-15 ഹിന്ദിക്കാരുണ്ട്. പിന്നെ മെയിനായിട്ട് നോക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അതുമായിട്ട് അവരുടെ എല്ലാം പിന്തുണയോടുകൂടി എല്ലാ കാര്യങ്ങളും
പറയും, എൻ്റെ അടുത്ത് പറയും ഇന്നത് വേണമെന്ന് പറയും, ഞാൻ എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും, ഇന്നത് ചെയ്താലെന്ന് അഭിപ്രായം ചോദിക്കും. ആ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ച് ഇവർ പ്രാവർത്തികമാണ്. മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് അധ്വാനവും നവീകരണവും ചേർത്ത് കൃഷിയിൽ മുന്നേറ്റം കൈവരിച്ച തങ്കച്ചന്റെ ഈ കാർഷിക യാത്ര കർഷകർക്ക് ആത്മവിശ്വാസം നൽകുന്ന മികച്ച മാതൃകയാണ്. കൃഷിയെ ഒരു തൊഴിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ തങ്കച്ചന്റെ ഈ പരിശ്രമം മലയോര കർഷകരുടെ പ്രതീക്ഷകൾക്കും ആത്മവിശ്വാസത്തിനും പുതിയ ദിശ നൽകുകയാണ് എന്ന് നാട്ടുകാർ പറയുന്നു. സിറ്റി വിഷൻ, രാജകുമാരി.